ഓണമൊക്കെ അല്ലേ, നമുക്കൊരു സേമിയ പായസം ഉണ്ടാക്കിയാലോ? അതിനാവശ്യമായിട്ടുള്ള പാല്, സേമിയ, മിൽക്ക് മെയ്ഡ്, നെയ്യ്, പഞ്ചസാര, കാഷ്യൂ നട്ട്സ്, ഉണക്കമുന്തിരി, ഏലക്ക ഇത്രയും നമുക്ക് റെഡിയാക്കി വെക്കാം. ഇനി ഒരു പാനിലോട്ട് നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പാല് നമുക്ക് ചേർത്ത് കൊടുത്ത് അതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് വറുത്ത് വച്ചിട്ടുള്ള സേമിയ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റോസ്റ്റഡ് സേമിയാണ് എടുത്തിട്ടുള്ളത്. അതല്ല എങ്കിൽ സാധാ സേമിയ വാങ്ങി നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. അത് നന്നായിട്ടൊരു 10-15 മിനിറ്റ് തിളയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ പായസം ഇവിടെ ഏകദേശം റെഡിയായി. ഇനി അതിലോട്ട് വേണ്ട കാരമൽ തയ്യാറാക്കാനായിട്ട് കുറച്ച് പഞ്ചസാരയൊന്ന് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും അതിലോട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്ത് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പായസത്തിലോട്ട് അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് പായസത്തിന് ആവശ്യമായിട്ടുള്ള കാഷ്യൂ നട്ട്സ്, ഉണക്കമുന്തിരി അതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഏലക്കയും ഇതേപോലെ നെയ്യിലൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് നമ്മുടെ പായസത്തിലോട്ട് ചേർത്ത് കൊടുത്ത് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.